അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ ശിഷ്യരെ അക്കരയ്ക്ക് പോകാൻ വിളിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യരെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിർബന്ധിക്കുകയാണ്. സന്ധ്യാസമയമായിട്ടും യേശു അവരെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ദൈവം നിങ്ങളെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെ, പുതിയ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ നിർബന്ധത്തിന് നിങ്ങളെ വിധേയപ്പെടുത്തണം. യേശു കർത്താവാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻപോട്ട് പോകണം. പരിചയമില്ലാത്ത വഴിയായിരിക്കാം, നിങ്ങൾ ഇതുവരെ സഞ്ചരിക്കാത്ത, നിശ്ചയമില്ലാത്ത യാത്രയായിരിക്കാം. എങ്കിലും യേശു നിങ്ങളെ വിളിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിക്കണം. യേശു കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവർ യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, കടൽ വിശാലമാണ്, വിശാലമായ കടൽ. പക്ഷേ അവർ യാത്ര ചെയ്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത്, കടൽ വിശാലമാണെങ്കിലും ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ വലിയ ഇടുക്കവും ഞെരുക്കവും ഉള്ളതുപോലെ ശക്തമായ കാറ്റ് അവരെ പടകിനോട് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശക്തമായ തിരകൾ അവരുടെ പടകിന് നേരെ ഉയരാൻ തുടങ്ങി. വെള്ളം പടകിൽ കയറാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വിളിച്ചിറക്കിയ യാത്രയാണ്. പരിചയമില്ലാത്ത വഴിയാണ്, ആഴക്കടലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെടുമ്പോൾ, അവർ ഗുരുവിനെ ഉണർത്തുമ്പോൾ, യേശു കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെ ശാസിക്കുകയാണ്, കടലിനോട് അടങ്ങുവാൻ കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ ശാന്തതയുണ്ടായി. ദൈവം നിങ്ങളെ നിർബന്ധിച്ചിറക്കുന്ന വഴിയിൽ ചില പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഭാരപ്പെടണ്ട. നീ മുൻപോട്ട് പോകരുത്, ഒരതിരുവിട്ട് നീ ചലിക്കരുത് എന്ന് വാദിക്കുന്ന ചില ശക്തികളെ അടക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ നിർബന്ധിച്ച് ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് നമ്മെ നിർബന്ധിക്കുന്നത്? നീ ലോകത്തിൻ്റെ വെളിച്ചമാകേണ്ടവനാണ്. ഒരു പരിധി വിട്ട് നീ മുൻപോട്ട് പോകരുത് എന്ന് പറഞ്ഞ് നിനക്ക് അതിരുവച്ചിരിക്കുന്ന ചില ശക്തികളെ പിടിച്ചു കെട്ടുവാൻ, ചില കാറ്റിനെ ശാസിക്കുവാനാണ് ദൈവം നമ്മെ ചില യാത്രകൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നത്. അതെ, യേശു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുവാൻ പറഞ്ഞു. വലിയ ശാന്തതയുണ്ടായി. പരിചയമില്ലാത്ത വഴിയിൽ, ആഴക്കടലിൽ നിങ്ങൾക്കൊരു പ്രതികൂലം വന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവമാണ് നിങ്ങൾ വിളിച്ചിറക്കിയതെങ്കിൽ, നിർബന്ധത്താൽ നിങ്ങൾ ഇറങ്ങിയതാണെങ്കിൽ വിളിച്ചവന് ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ ഭാവിക്കെതിരെയൊക്കെയുള്ള വെല്ലുവിളികളെ ദൈവം ശാസിക്കുന്ന ഒരു പകലാണെന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ശക്തികളെ ദൈവം ശാസിക്കും. നിങ്ങളുടെ അതിരുകളെ ദൈവം വിശാലമാക്കുകയാണ്. വീണ്ടും അവർ മുൻപോട്ട് പോയപ്പോൾ കണ്ടത് ഒരു പട്ടണത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഇതര ദേശത്തിലേക്ക് അവർ കടക്കുകയാണ്. ദേശത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കുകയായിരുന്നു. ദൈവം നിങ്ങളെ യാത്രകൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ആ യാത്രയിൽ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയമല്ലാത്ത വഴിയായിരിക്കാം, നിങ്ങൾക്ക് ആശങ്കകളുണ്ടാകാം. പക്ഷെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ഈ വഴിയിൽ ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. അത്ഭുതകരമായ ചില വഴികൾ, ചില വാതിലുകൾ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം ചില വാതിലുകൾ ഈ വഴിക്കകത്ത് തുറക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവിക പദ്ധതിയുണ്ട്. വിശ്വസിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക.
മുൻപോട്ട് തന്നെ പോകുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.